നമ്മൾ ഇതുപോലത്തെ ചെടികൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് നഴ്സറികളിൽ നിന്നൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ നഴ്സറികളിലാണെങ്കിലും ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ നഴ്സറി പോയിട്ട് ഈ ഒരു ചെടി എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു കാര്യം മറക്കരുത്. നല്ല ഫ്ലവറും നല്ല ലീഫൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മളത് റീപോർട്ട് ചെയ്യാതിരിക്കുക. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു 1 വീക്കൊക്കെ നമ്മൾ ആ ഒരു കാലാവസ്ഥയൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിട്ട് ഒന്ന് ഇണങ്ങി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ ഈ ഒരു ചെടീനെ റീപോർട്ട് ചെയ്യാൻ. അപ്പൊ ആ ഒരു കാര്യം ഓർക്കുക. എന്നിട്ട് റീപോർട്ട് ചെയ്യുമ്പോൾ അപ്പൊ ഇവിടെ ഈ ഒരു ചേച്ചി ഈ ചെടികൾ റീപോർട്ട് ചെയ്യുമ്പോൾ നൽകുന്ന ഒരു പോട്ട് മിക്സ് ഉണ്ട്. അപ്പോൾ ഏതൊരു ചെടിക്ക് നമ്മൾ നൽകുന്ന സമയത്ത് നല്ല ഒരു പോട്ട് മിക്സ് നൽകുകയാണെങ്കിൽ ആ ഒരു ചെടീന്റെ വളർച്ചേനെ അത് വളരെയധികം സ്വാധീനിക്കും. കാരണം ഏതൊരു സ്റ്റെപ്പിലും നമ്മൾ പ്രത്യേകിച്ച് പിന്നെ വേറെ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. നമ്മൾ നല്ല രീതിയിൽ ആ ഒരു ചെടിക്ക് നല്ലൊരു പോട്ട് മിക്സ് നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു 6-8 മന്തിലേക്കും ഒരു 7 മന്തിലേക്കും ഒക്കെ നമുക്ക് ആ ഒരു പോട്ട് മിക്സ് മാത്രം മതി. പിന്നെ നമ്മൾ ഈ ഒരു ചെടിയൊക്കെ ശ്രദ്ധിക്കേണ്ട ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ചെടീനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ചെടി നമ്മൾ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന് നല്ലൊരു പോട്ട്, നല്ല ഡ്രൈനേജ് ഹോളൊക്കെ ഉള്ള നല്ലൊരു പോട്ടാണ് ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇനി അതിലേക്കുള്ള നമ്മൾ മണ്ണ്, അതേപോലെ തന്നെ മണല്, നമ്മൾ ചാണകപ്പൊടി. അപ്പൊ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ 1 കപ്പ് ചാണകപ്പൊടി ആണെങ്കിൽ 1 കപ്പ് മണല്, അതേപോലെ തന്നെ 1 കപ്പ് മണ്ണ് എന്ന ഈ ഒരു റേഷ്യോയിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ മണലെടുക്കുമ്പോൾ കുറച്ച് നല്ല തരിപ്പായിട്ടുള്ള മണലെടുക്കുക. പിന്നെ അതേപോലെ തന്നെ മണ്ണെടുക്കുന്ന സമയത്താണെങ്കിലും ഒത്തിരി ഹാർഡായിട്ടുള്ള മണ്ണ് എടുക്കാതിരിക്കുക. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ് നമ്മൾ സെലക്ട് ചെയ്യുക. ചെടി നടുന്ന സമയത്താണെങ്കിൽ കുറച്ച് നനവൊക്കെ ഉള്ളൊരു മണ്ണാണെങ്കിൽ നമ്മൾ ആ നടുന്ന ദിവസം നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ആ മണ്ണായിട്ട് ആ ഒരു ചെടി പിടിച്ചിട്ട് വേണം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണേ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പോട്ട് മിക്സിലേക്ക് ഏതെങ്കിലും ഒരു ഫംഗസൈഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ സാഫ് ഉണ്ടല്ലോ, അപ്പൊ ഇന്നത് എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പൊ നഴ്സറികളിലൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു ചെടികളിൽ കീടശല്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഫ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഫംഗസൈഡ് ഉണ്ടായിരിക്കാം. അപ്പൊ അത് വാങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് പോട്ട് മിക്സ് റെഡിയാക്കുന്ന സമയത്ത് അതിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ ചെറിയ പ്രാണികളും ഇതൊക്കെ വന്നിട്ട് കീടങ്ങൾ വന്നിട്ടുള്ള ആ ശല്യം ഉണ്ടല്ലോ അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ഇത് നിങ്ങൾ ചെയ്യുക. അപ്പൊ ആ ഒരു ഇതിൽ നമ്മൾ ഈ ഒരു പോട്ട് മിക്സിൽ നമ്മൾ നല്ലൊരു ചെടി, ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ചെടി നടുക. അപ്പൊ നടുന്ന ദിവസം നമ്മൾ ഓവറായിട്ടുള്ള വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തൊക്കെ ഒന്ന് കൊടുക്കുക. അതിന്റെ തണ്ടിലും ലീഫിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് നല്ലോണം കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നല്ലതുപോലെ ചെടി ഒന്ന് നനച്ചു കൊടുക്കേണ്ടത്. അപ്പൊ അത് നമ്മൾ നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ വൈകുന്നേരം 2 നേരം നമ്മൾ നനച്ചു കൊടുക്കുക. അപ്പൊ നനച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു ജറബറേന്റെ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ലീഫിലും തണ്ടിലൊക്കെ അങ്ങനെ വേണം നമ്മൾ നനച്ചു കൊടുക്കാൻ. വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ജറബറ ചെടീന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഒരു ഫ്ലവർ കണ്ടോ നിങ്ങൾ? അപ്പൊ ഇതിന്റെ മുകൾ വശത്തേക്ക് നീണ്ടിട്ടാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിവശത്താണ് കൂടുതലായിട്ട് ലീഫൊക്കെ തിങ്ങി നിൽക്കുന്നത്. അപ്പൊ ശരിക്കും ഈ ഒരു ജറബറ പ്ലാന്റ്സിലെ ഒരു കൂടുതലായിട്ട് ഒരു 5-6 ലീഫ് മാത്രം മതി, ഒരു 3-4 ലീഫ് മാത്രം മതി. അപ്പൊ അതിൽ ഓവറായിട്ടുള്ള ലീഫ് ഏറ്റവും അടിവശത്തായിട്ട് ആയികയൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പൊ ഇതൊരു മിനിച്ചർ ടൈപ്പിലുള്ള ജെർബർ ആയതുകൊണ്ട് നമുക്ക് ഓവറായിട്ടുള്ള പിന്നെ ലീഫ് കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ നമ്മൾ ഇത് റിമൂവ് ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെടി എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വളരെയധികം സഹായിക്കും. അപ്പൊ ആ ഒരു രീതി നിങ്ങൾ കൂടുതലായിട്ട് ലീഫ് അടിവശത്തുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി നല്ലതുപോലെ വളരും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെടീന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ടുള്ള വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കണ്ട. ഇപ്പൊ നമ്മൾ നല്ലൊരു പോട്ട് മിക്സിൽ ഈ ഒരു ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം, ഒരു 7 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒന്നെങ്കിൽ നമുക്ക് എല്ലുപൊടി ആണെങ്കിലും ഇച്ചിരി മണല് എല്ലുപൊടി ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇച്ചിരി ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ കമ്പെടുത്ത് ഇളക്കി കൊടുക്കുക. അപ്പൊ ഈ രീതിയിലൊക്കെ ഈ ഒരു ചെടിക്ക് വളം നമുക്ക് പ്രയോഗിക്കാം. പിന്നെ നമുക്ക് ഈ ഒരു
ചെടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളമാണ്. നമുക്ക് ഓർഗാനിക് ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഫെർട്ടിലൈസറും ഇതൊക്കെ നമുക്ക് ഓർഗാനിക് വളങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ നമുക്കൊന്നും വേണ്ട, നമ്മളെ ബനാന പീൽ ഉണ്ടല്ലോ, അപ്പൊ ബനാന പീൽ ആണെങ്കിലും നമ്മളെ ഉള്ളിത്തോല് അതേപോലെ മുട്ടത്തോടൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തണലത്തിട്ട് ഒരുപാട് ദിവസത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് തണലത്തിട്ട് ഉണക്കിയിട്ട് നമ്മളിത് ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇതൊക്കെ നമ്മളെ ഫ്ലവർ ഉണ്ടാകാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. കാരണം അങ്ങനെ പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബനാന പീൽ ഉണ്ടല്ലോ, ഇതിൽ പറഞ്ഞാൽ ധാരാളം പൊട്ടാസ്യം അതേപോലെ തന്നെ ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇതിൽ ഈ പൊട്ടാസ്യം ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ ഈ പൂക്കൾ ഉണ്ടാവാനും പെട്ടെന്ന് പൂമൊട്ടുകൾ നിറയാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എക്സെല്ലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്ലാന്റിന്റെ വിളർച്ച ഒക്കെ ഉണ്ടാവില്ല, ഇപ്പൊ കാൽസ്യത്തിന്റെ മഗ്നീഷ്യത്തിന്റെ ഒക്കെ കുറവിൽ ചെടികൾക്ക് വിളർച്ച സംഭവിക്കില്ല. അപ്പൊ അതിനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ നമ്മൾ എക്സെല്ല് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോ നമ്മൾ വീട്ടിൽ നമുക്ക് ഓർഗാനിക് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് വളക്കടകളിൽ ഉണ്ടാവും, നഴ്സറികളിലൊക്കെ ഉണ്ടാവും NPK വളങ്ങള്. അപ്പൊ അതാണെങ്കിൽ നമ്മൾ ഒരു സ്പൂണ് വെച്ചിട്ട് ഇപ്പൊ നമ്മളൊരു ഒരു മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോ ഒക്കെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ ഓവറായിട്ട് ചില ചെടികൾക്ക് ഓവറായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ചെടീന്റെ ആ ഒരു ഇപ്പൊ നിങ്ങളെ കാലാവസ്ഥ ഇതൊക്കെ നോക്കിയിട്ട് വേണേ ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കാൻ. ഓടി ചെന്നിട്ട് നിങ്ങൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ ചില ചെടികൾക്ക് പെട്ടെന്ന് ചെടി നശിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ചെറിയ തോതിൽ നമ്മൾ ചെയ്തു കൊടുക്കുക, എന്നിട്ട് നമ്മൾ അത് ഇച്ചിരി കൂട്ടിയിട്ട് ചെയ്യാട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ലീഫ് എപ്പോഴും ഇങ്ങനെ ഗ്രീനിഷ് ആയിട്ടും നല്ല ഫ്ലവർ ഒക്കെ നല്ല ഈ ഒരു ഫ്ലവർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം എന്ത് ഭംഗിയല്ലേ. അപ്പൊ ഈ ഒരു ഫ്ലവർ ഇതേപോലെ നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്നതിന്റെ രഹസ്യം അറിയണ്ടേ. അപ്പൊ നമുക്ക് ഫ്ലവറും ലീഫും നല്ല കളർഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴും പച്ചപ്പോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്സം സോൾട്ട് ഉണ്ടല്ലോ, അപ്പൊ എപ്സം സോൾട്ട് ആണെങ്കിലും നമുക്ക് വളക്കടകളിലും നഴ്സറികളിലും ഒക്കെ ഉണ്ടായിരിക്കും. അത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിച്ച് ഇതിനത്ര റേറ്റ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ 1 സ്പൂൺ എപ്സം സോൾട്ടിലേക്ക് 1 ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു മാസത്തിൽ 2 തവണയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇതേപോലെ നല്ല ഗ്രീനിഷ് ആയിട്ടിരിക്കും ഫ്ലവറും ലീഫൊക്കെ. അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു ചെടിച്ചട്ടി ഉണ്ടല്ലോ, അത് എപ്പോഴും ഇങ്ങനെ നമ്മൾ ഒരു കമ്പൊക്കെ എടുത്തിട്ട് ഇടവിട്ടൊരു മാസത്തിലൊക്കെ നമ്മളിങ്ങനെ മണ്ണ് ഇളക്കി കൊടുക്കുക. അപ്പൊ ആ രീതിയിലൊക്കെ ചെയ്യുക. പിന്നെ ഇതിൽ ഫ്ലവർ ഉണ്ടായി വാടി കഴിയുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫ്ലവർ ആണെങ്കിലും ബാഡായിട്ടുള്ള അതിന്റെ ആ ഒരു ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റിമൂവ് ചെയ്യുക. അപ്പോഴുള്ള വേറെ പുതിയ മൊട്ടുകൾ നിറയുള്ളൂ. അപ്പൊ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കേ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കണ്ട ആ ഒരു ലൈക്കും അതേപോലെ നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പ് ആയിട്ടുള്ള വീഡിയോ ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.